വഖഫ് ഭേദഗതി നിയമമായതിനു പിന്നാലെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗവും അതിലെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും വിവാദമായിരിക്കുകയാണ്. വഖഫ് സ്വത്തുക്കൾ സത്യസന്ധമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം യുവാക്കൾക്ക് ഉപജീവനത്തിനായി സൈക്കിൾ പഞ്ചർ ഒട്ടിപ്പുകാരാകേണ്ടി വരില്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. ഹരിയാനയിലെ ഹിസാറിൽ നടന്ന ഒരു പൊതുസമ്മേളനത്തിലായിരുന്നു മോദി അത്തരമൊരു പ്രസ്താവന നടത്തിയത്. അതിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത്. ശരിക്കും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയും വഖഫ് നിയമത്തെ പിന്തുണയ്ക്കുകയുമായിരുന്നു മോദിയുടെ ശ്രമം. അതിനായിട്ടാണ് 2002 മുതൽ മുസ്ലിങ്ങൾക്കെതിരെ മോദിയും ഹിന്ദുത്വ സംഘങ്ങളും ഉപയോഗിച്ചു പോരുന്ന പഞ്ചർവാല എന്ന പ്രയോഗം ഹിസാറിലും മോദി ആവർത്തിച്ചത്. അതിലേക്ക് വരും മുൻപ് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനായി മോദി പറഞ്ഞ ഒരു കാര്യം നോക്കാം. SC/ST OBC വിഭാഗക്കാരുടെ അവകാശങ്ങൾ കോൺഗ്രസ് തട്ടിയെടുത്തുവെന്നും അവരെ 2ാം ക്ലാസ് പൗരന്മാരാക്കി ചുരുക്കിയെന്നും ഹിസാറിൽ ആരോപിക്കുന്നുണ്ട് മോദി. മുസ്ലിം സമുദായത്തോട് ശരിക്കും സിമ്പതി ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതുവരെ ഒരു മുസൽമാനെയും പ്രസിഡന്റാക്കാതിരുന്നത് എന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം. ഒപ്പം ഒരു ചോദ്യം കൂടി, പാർലമെന്റിലേക്കുള്ള ടിക്കറ്റിൽ 50% അവസരം എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നൽകാതിരുന്നു? BJPയുടെ ലോക്സഭ രാജ്യസഭാ അംഗങ്ങളിലെ മുസ്ലിം പ്രാതിനിധ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ലോക്സഭയിൽ 240 അംഗങ്ങളാണ് BJPക്ക് നിലവിലുള്ളത്. എന്നാൽ അതിൽ ഒരാൾ പോലും മുസ്ലിം വിഭാഗത്തിൽ നിന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരാളെ മാത്രമാണ് രാജ്യത്താകമാനം BJP മത്സരിപ്പിക്കാൻ പോലും തയ്യാറായതെന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. ഇനി രാജ്യസഭ നോക്കിയാൽ 98 അംഗങ്ങളാണ് BJPക്കുള്ളത്. അതിൽ നോമിനേറ്റഡ് അംഗമായ ഗുലാം അലി മാത്രമാണ് മുസ്ലിം. ചുരുക്കത്തിൽ രാജ്യത്തെ 15% വരുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന് കേന്ദ്രത്തിലെ ഭരണമുന്നണിയിലെ പ്രധാന പാർട്ടി നൽകുന്ന സ്ഥാനം കൂടിയാണ് ഈ കണക്കുകൾ വിളിച്ചു പറയുന്നത്. അങ്ങനെയിരിക്കെ മുസ്ലിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന മോദിയുടെ വാദം എത്രത്തോളം പരിഹാസ്യമാണെന്നാണ് വിമർശകർ കുറ്റപ്പെടുത്തുന്നത്. വാദപ്രതിവാദങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് തുടർച്ചയായ 2 രാത്രികാല സമ്മേളനങ്ങൾക്ക് ശേഷം പാർലമെന്റിന്റെ ഇരുസഭയും വഖഫ് ഭേദഗതി ബിൽ പാസാക്കിയത്. നിർണായക നിമിഷമെന്ന് എക്സിൽ കുറിച്ചിട്ട പ്രധാനമന്ത്രി പക്ഷേ ലോക്സഭയിലും രാജ്യസഭയിലും പങ്കെടുത്തിരുന്നില്ല. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നടന്ന വർഗീയ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ വന്നത്. അതിലായിരുന്നു മോദിയുടെ പഞ്ചർവാല പരാമർശവും ഉണ്ടായത്. 2002 മോദി ആദ്യമായി ഇങ്ങനെയൊരു പരാമർശം നടത്തുന്നത്. ഗുജറാത്ത് കലാപത്തിന് പിന്നാലെയായിരുന്നു അന്നത്തെ ആ പരാമർശം. പിന്നീട് സമീപ വർഷങ്ങളിൽ ഹിന്ദുത്വ ഗ്രൂപ്പുകൾക്കിടയിലും മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനുള്ള പ്രയോഗമായി പഞ്ചർവാല ഉപയോഗിച്ചു പോരുന്നുണ്ട്. അത്തരമൊരു പ്രയോഗമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനും NRCക്കുമെതിരെ പ്രതിഷേധിക്കുന്നവരെ പഞ്ചർവാല എന്ന് വിളിച്ചുകൊണ്ടായിരുന്നു 2019 BJP MP തേജസ്വി സൂര്യ അധിക്ഷേപിച്ചത്. പൗരത്വ ഭേദഗതിക്കെതിരെ നിലപാടെടുക്കുന്നവർ വിദ്യാഭ്യാസമില്ലാത്തവരും നിരക്ഷരരും പഞ്ചറൊട്ടിച്ച് നടക്കുന്നവരുമായിരുന്നു എന്നായിരുന്നു അന്നത്തെ തേജസ്വി സൂര്യയുടെ പരാമർശം. 2024 ഒക്ടോബറിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നതിനായി പഞ്ചർവാല അധിക്ഷേപം ഉപയോഗിച്ചിരുന്നു. മുസ്ലിങ്ങൾ പഞ്ചറൊട്ടിക്കുന്നവരായി മാറിയതിന് കാരണം കോൺഗ്രസ് ആണെന്നായിരുന്നു ഫഡ്നാവിസിന്റെ വാദം. അവർ സ്ക്രൂ ഡ്രൈവറുകളുമായി ചുറ്റിത്തിരിയുകയാണെന്നും ഫഡ്നാവിസ് അന്ന് പരിഹസിച്ചിരുന്നു. അങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അധിക്ഷേപ പ്രയോഗമായി ഉപയോഗിക്കുന്ന ഒരു വാക്കിനെ മോദി ആവർത്തിച്ചതിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ ഭാഷ ഉപയോഗിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ല എന്നാണ് കോൺഗ്രസ് രാജ്യസഭാ MP ഇമ്രാൻ പ്രതാപ് ഗഡി പറയുന്നത്. ഒപ്പം മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന BJPക്ക് ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലോ ഒരു മുസ്ലിം വനിതാംഗം പോലുമില്ലെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് അദ്ദേഹം.